എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സഫേദ് വുഡ് എന്നുള്ള ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ പഠിച്ചു ആ കുട്ടി സഫേദ് വുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിയിട്ട് പാടമൊക്കെ കടന്ന് അവൻ അങ്ങനെ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ട സമയത്ത് അവൻ അതിൻ്റെ മുൻവശത്തായിട്ട് തറയിൽ അങ്ങനെ ഇരുന്നു. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇനി അതിൻ്റെ ബാക്കി നോക്കൂ. വഹീം ഗലീമേ പൈറ്റേ, അവൻ ആ പള്ളിയുടെ മുൻവശത്തുള്ള ആ വഴിയിൽ അവിടെ ഇങ്ങനെ ഇരുന്നു. ഉസ്നെ ജമീൻ പർ ഹാത്ത് രേഖ, എന്നിട്ട് അവൻ എന്ത് ചെയ്യാണ്, ഭൂമിയിൽ ഇങ്ങനെ കൈവച്ചു, മണ്ണിൽ ഇങ്ങനെ കൈവച്ചു. ജമീൻ ടണ്ട് തീ, മണ്ണാണെങ്കിൽ നല്ല തണുത്തിരിക്കുകയാണ്, തണുത്ത മണ്ണായിരുന്നു. ഹാത്തുക്ക് നിച്ചെ കുച്ച് ചിക്കനാസ മഹസൂസ് ഹുവ, അങ്ങനെ വെച്ച സമയത്ത് കൈയിൻ്റെ ഉള്ളിൽ എന്തോ ഒന്നിങ്ങനെ വീണ പോലെ, തടയുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു. ഉല്ലാസ് കി ബിജലി സി ഉസ്കെ ശരീർ മേ ദൗഡ് ഗയി, ഒരു സന്തോഷം, ഒരു വല്ലാത്തൊരു സന്തോഷം അവനിങ്ങനെ അനുഭവപ്പെടുകയാണ്. ആ സമയത്ത് കയ്യിലെന്തോ വീണ പോലെ തോന്നിയപ്പോൾ അവന് വല്ലാത്തൊരു സന്തോഷം അനുഭവപ്പെടുക. ഉസ്നെ ആംഖേം ഖോൽ കർ ദേഖ, അവൻ കണ്ണുകൾ തുറന്നു നോക്കുകയാണ്. ആ സമയത്ത് കൈ ഇങ്ങനെ താഴെ മണ്ണിൽ വെച്ചിട്ട് അതിലെന്തോ വീണ സമയത്ത് അവൻ കാൻ ഖോൽ കർ, കണ്ണ് തുറന്നു നോക്കി. അന്തേരെ മേ ഉസ്കി ഹത്തേലി മേ എക് അടന്നി ദമക് രഹി തീ, ഇരുട്ടിൽ തൻ്റെ ഉള്ളം കൈയിൽ ഒരു അടണി എന്ന് പറഞ്ഞാൽ 8 അണ. ഒരണ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 പൈസ. 4 അണ എന്ന് പറഞ്ഞാൽ 25 പൈസ, 8 അണ എന്ന് പറഞ്ഞാൽ 50 പൈസ. അങ്ങനെ ഒരു 50 പൈസയുടെ കോയിൻ അവൻ്റെ കയ്യിൽ വീണു. വഹ് മൻ ഹി മൻ ഈശ്വർ കെ ചരണോമേ ലോട്ട് കെയ, അവൻ മനസ്സിൽ ഒരുപാട് ഈശ്വരനോട് നന്ദി പറയാം. ആ സമയത്ത് ഈശ്വരനോട് ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഖുഷി കെ സമുദ്രമേ ചൂലിനിലേക്ക, സന്തോഷത്തിൻ്റെ സമുദ്രം അവൻ്റെ ശരീരത്തിൽ അലയടിക്കാൻ തുടങ്ങി. അതായത് വളരെയധികം സന്തോഷം അവൻ ആ സമയത്ത് തോന്നുകയാണ്. ഉസ്നെ ഉസ് അടനിക്കോ ബാർ ബാർ നിഹാര ചുമ മാത്തെ സെല്ലകായ, അവൻ ആ തൻ്റെ കയ്യിൽ കിട്ടിയ പൈസയെ വീണ്ടും വീണ്ടും നോക്കി അതിനെ ഇങ്ങനെ ഉമ്മ വെച്ചു, അതിനെ ഇങ്ങനെ ഉള്ളം കയ്യിൽ കെട്ടിപ്പിടിച്ച് വെച്ചു. ഇങ്ങനെയൊക്കെ അവൻ ആ സന്തോഷം പ്രകടിപ്പിക്കും. മാത്യസ്യ ലഗായ, അതിങ്ങനെ കൂട്ടിപ്പിടിച്ച്, അതായത് നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു സാധനം കിട്ടുമ്പോൾ അതിൻ്റെ സന്തോഷം അവൻ പ്രകടിപ്പിക്കുകയാണ്. ക്യോംകി വഹ് ഏക് അടന്നി ഹി നഹി തീ, എന്തുകൊണ്ടാൽ അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു കേവലം നാണയം മാത്രമായിരുന്നില്ല. പിന്നെയോ ഉസ് ഗരീബ് പർ ഈശ്വർ കി കൃപ, ആ പാവപ്പെട്ടവനോട് ദൈവത്തിൻ്റെ ദയയായിരുന്നു ഈ അടന്നി, ഈ സമ്മാനം, ഈ നാണയം. ഈ പാവപ്പെട്ട കുട്ടിയോടുള്ള ദൈവത്തിൻ്റെ സമ്മാനമായിരുന്നു ഈ നാണയം. ഉസ്കി സാരി പൂജ और സച്ചായി का ഈശ്വർ की ओर से इनाम, അവൻ്റെ സത്യസന്ധമായ പൂജയുടെയും ദൈവത്തോടുള്ള ഭക്തിയുടെയും ദൈവത്തിൻ്റെ തിരിച്ചുള്ള സമ്മാനമായിരുന്നു ഈ നാണയം എന്ന് അവന് തോന്നി. ഈശ്വർ ജരൂർ ഹേ ഉസ്ക മൻ ചില്ലാനിലക, അപ്പോൾ അവൻ്റെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്, ഈശ്വർ ജരൂർ, തീർച്ചയായിട്ടും ഈശ്വരനുണ്ട് എന്ന് അവൻ്റെ മനസ്സിനിങ്ങനെ തോന്നി. ഭഗവാൻ മേൻ തുമാര ബഹുത്ത് ചോട്ടാ സ സേവകു, ഈശ്വര, ഞാൻ നിന്റെ ചെറിയൊരു ഭക്തനാണ്. മേം സാരാ ജീവൻ തുമാരി ഭക്തി കരുങ്ങ, ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ നിന്നിൽ അർപ്പിക്കാൻ പോവാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുക, നിന്നെ ഞാൻ ആദരവോടെ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. മുझे കബി മത് വിസാരണ, എന്നെ ഒരിക്കലും ഉപേക്ഷിക്കരുത്, എന്നെ ഒരിക്കലും തള്ളിക്കളയരുത് എന്നൊക്കെയാണ് അവ പറഞ്ഞതിൻ്റെ അർത്ഥം. ഉൾട്ടെ സീതെ ശബ്ദമേ ഉസ്നെ മൻ ഹി മൻ കഹ ഔർ ബാസാർ കി തരഫ് ദൗഡ് പട, എന്തൊക്കെയോ അവൻ മനസ്സിൽ വായിൽ വരുന്നതൊക്കെ ദൈവത്തോട് പറഞ്ഞിട്ട് അവൻ അങ്ങാടിയിലേക്ക് നടന്നു. അടന്നി ഉസ്നെ സോർ സെ ഹത്തലിമെ ദബാരഗീതി, തൻ്റെ കയ്യിലുള്ള ആ നാണയം ഉള്ളം കയ്യിൽ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ടായിരുന്നു അവൻ മുന്നോട്ട് കടയിലേക്ക് പോയിരുന്നത്. ജബ് വഹ് ദുക്കാൻ പർ പഹുഞ്ചാത്തോ ലാൾട്ടൻ ജൽ ചുക്കിതി, കടയിലെത്തിയപ്പോഴേക്ക് ലാൾട്ടൻ എന്ന് പറഞ്ഞാൽ റാന്തൽ വിളക്ക് ഇങ്ങനെ കത്തിച്ചു വെച്ചിരുന്നു. കടയിലൊക്കെ റാന്തൽ വിളക്ക് കത്തിച്ചു വെച്ചിരുന്നു. പൻസാരി ഉസ്നെ സാമനെ ഹാത്ത് ജോടെ ബൈഠത, ആ കടക്കാരൻ ആ റാന്തൽ വിളക്കിന് കൈ കൂപ്പി ഇങ്ങനെ നിൽക്കുകയാണ്. ദോടി ദേർമേ ഉസ്നെ ആംഗേം ഗോലിയർ പൂച്ച, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ കടക്കാരൻ കണ്ണു തുറന്നു. എന്നിട്ട് ചോദിക്കാം, ക്യാ ചായേ, എന്താണ് വേണ്ടത്? ഉസ്നെ ഹത്തേനി മേ ചമക്തി അടന്നി ദേക്കിയവർ പോലെ, തൻ്റെ ഉള്ളം കയ്യിൽ കിടക്കുന്ന ഈ നാണയത്തെ, തിളങ്ങുന്ന ഈ നാണയത്തെ നോക്കിക്കൊണ്ട് അവൻ പറയാണ്, ആട്ട് ആനേക്ക സഫേദ് ഗുഡ്, 8 അണക്ക് സഫേദ് ഗുഡ് വേണം. അതായത് ഈ 50 പൈസക്ക് എനിക്ക് മിഠായി വേണം എന്നാണ് ആ പറഞ്ഞത്.
യഹ് कहकर उसने गर्व से अडनी पंसारी की तरफ गद्दी पर फेंक दी. ഇത് പറഞ്ഞുകൊണ്ട് അവൻ ഭയങ്കര അഭിമാനത്തോടു കൂടി ആ കടക്കാരൻ്റെ ആ പൈസയുടെ വലിപ്പിലേക്ക് പിന്നെ ഈ പൈസ ചില്ലറ പൈസ കൊണ്ടിട്ടാണ്. पर वह गद्दी पर न गिर उसके सामने रखे धनिये के टिब्बे में गिर गई. എന്നാൽ ആ നാണയം അയാളുടെ മേശയുടെ മുകളിൽ വീഴാതെ നേരെ പോയി വീണത് എങ്ങോട്ടാണ്? മല്ലി ഇട്ടിരുന്ന ചാക്കിലേക്കായിരുന്നു ആ നാണയം പോയിട്ട് വീണത്. പൻസാരിനെ ഉസേ ടിബ്ബെ മേ ടട്ടോല പർ ഉസ്മേ അടന്നി നഹി മിലി. ആ കടക്കാരൻ ആ പാത്രത്തിൽ മല്ലി വെച്ചിരുന്ന പാത്രത്തിൽ തപ്പി നോക്കി പൈസ അതിലുണ്ടോ നോക്കിയപ്പോൾ അയാൾക്ക് അതിൽ നിന്നും എന്ത് കിട്ടിയില്ല? അടന്നി നഹി മിലി എന്ന നാണയം കിട്ടിയില്ല. एक छोटा सा कपड़ा चिकना पत्थर जरूर था जिसे പൻസാരി ने निकाल कर फेंक दिया. അങ്ങനെ ആ പൈസ അതിലുണ്ടോയെന്ന് അയാൾ നോക്കിയ സമയത്ത് അയാൾക്ക് ഈ മല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം കല്ല്, ചിക്കന പത്തർ, ഒരു ചെറിയ കല്ല് അയാൾക്ക് കിട്ടി. അയാൾ എന്ത് ചെയ്തു? ആ കല്ലെടുത്തിട്ട് ദൂരേക്ക് കളയാണ് ചെയ്തത്. ഓക്കെ, അപ്പം ഇതാണ് അവിടെ സംഭവിച്ചത്. उसका चेहरा एकदम से काला पड़ गया. അവൻ്റെ മുഖം കറുത്തിരുണ്ടുപോയി. അവനാകെ നിരാശപ്പെട്ടു പോയി. സിർ ദും ഗയ, അവൻ തല കറങ്ങുന്നത് പോലെ തോന്നുകയാണ്. ജയ്സെ ശരീരക്ക സാര ഗോൻ നിക്കൽ ഗയ, ശരീരത്തിലുള്ള പിന്നെ മുഴുവൻ രക്തവും അവിടെ നിന്ന പോലെ അവന് തോന്നുകയാണ്. ആകെ ചൽച്ചല ആയി, കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങി. കഹാങ്കയ്യാട്ടൻ ഈ പൻസാരിനെ ബെ ഹൗരത് സെ കഹ, എവിടെ പോയി നിന്റെ പൈസ എന്ന് ആശ്ചര്യത്തോടു കൂടി ഈ കടക്കാരൻ അവനോട് ചോദിക്കുകയാണ്. ഉസേ ലഗ ജയ്സെ വഹ രോ പടേക, അവന് തോന്നി. എന്താ തോന്നിയത്? ഞാൻ ഇപ്പൊ കരഞ്ഞു പോകുമെന്ന് അവന് തോന്നി. ദേഖത്തെ ദേഖത്തെ സബ്സെ താക്തവർ ഈശ്വർ കി ഉസ്കെ സാമനെ മൗത്ത് ഹോ ഗയി. ആ സമയം കൊണ്ട് ഏറ്റവും ശക്തിമാനായ ഈശ്വരൻ തൻ്റെ മുന്നിൽ മരിച്ചുപോയി എന്ന് അവന് തോന്നുകയാണ്. താൻ ഇതുവരെ മനസ്സിൽ ഏറ്റവും ശക്തിയുള്ള ആള് എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ദൈവം മരിച്ചുപോയി എന്ന് അവന് തോന്നുകയാണ്. उसने मरे हाथों से जेब से पैसे निकाला नमक लिया और जाने लगा. അവൻ ആകെ നിരാശനായിക്കൊണ്ട് തൻ്റെ പോക്കറ്റിൽ നിന്നും അമ്മ കൊടുത്ത പൈസ എടുത്തിട്ട് ഉപ്പ് വാങ്ങിയ ഉപ്പിന് കൊടുത്ത പൈസ കടക്കാരന് കൊടുത്തു. എന്നിട്ട് ഉപ്പ് വാങ്ങിയവൻ തിരിച്ച് നടക്കാൻ തുടങ്ങി. ദുഃഖാദാറിനെ ഉസെ ഉദാസ് തെക്കിക്കഹ. അങ്ങനെ ആ കുട്ടി പോകുന്നത് കണ്ടപ്പോൾ സമയത്ത് കടക്കാരൻ അവൻ്റെ സങ്കടം കണ്ടുകൊണ്ട് പറഞ്ഞു, ഗുഡ് ലേലോ പൈസ ഫിർ ആ ജായെങ്കെ, ദാ ഈ മിഠായി എടുത്തോളൂ, പൈസ പിന്നീട് കൊണ്ടു തന്നാൽ മതി എന്ന് അയാൾ പറഞ്ഞു. ആ കടക്കാരൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് അയാൾ പറയാണ്, മോന് ഇപ്പോൾ പൈസ ശർക്കര എടുത്തോ, പിന്നീട് പൈസ കൊണ്ടു തന്നാൽ മതിയാണ്. നഹീം ഉസ്നെ കഹ അവർ രോപ്പട, വേണ്ട, അത് പറഞ്ഞിട്ടും അവൻ രോപ്പട, ഭയങ്കര കരച്ചിലായി. അച്ഛാ പൈസ മത്ത് ദേന മേരി ഓർ സെ ദോടാ സ കുടിലേലോ. അപ്പൊ കടക്കാരൻ പറഞ്ഞ എന്താ? വേണ്ട, പൈസ വേണ്ട, നീ ഒന്നും തരണ്ട, മേരി ഓർ സെ ദോടാ സ കുടിലേ, എൻ്റെ വക നിനക്കൊരു അല്പം ഈ മിഠായി ഞാൻ തരാം, ലേലോ നീ എടുത്തോ എന്ന് കടക്കാരൻ പറയും. ദുഃഖാന്താറിനെ പ്യാർ സെ കഹ അവർ ഏക്ക് ടുക്കട തോടുക്കർ ഉസെ ദേനെ ലഗ. കടക്കാരൻ വളരെ സ്നേഹത്തോട് അവനെ പറയുകയും ഒരു കഷ്ണം മിഠായി എടുത്തിട്ട് അവന് കൊടുക്കാൻ നിൽക്കുകയും. ഉസ്നെ മൂഹ് ഫിരിലിയ അവർ ചൽ ദിയ, അവനൊന്നും മിണ്ടാതെ അത് വാങ്ങാതെ തിരിച്ചു നടന്നു. ഉസ്നെ ഈശ്വർ സെ മാങ്കുത ദുഃഖാൻദാർ സെ നഹി, അവൻ ആവശ്യപ്പെട്ടത് ഈശ്വരനോടായിരുന്നു, ഒരിക്കലും കടക്കാരനോടായിരുന്നില്ല. അവൻ ചോദിച്ചത് ആരോടാണ്? ഈശ്വരനോടാണ്, അല്ലാതെ കടക്കാരനോടായിരുന്നില്ല. ദൂസരക്ക് ദയ ഉസെ നഹി ചെയ്യേ, മറ്റുള്ളവരുടെ ദയ അവൻ ആവശ്യമില്ല. കണ്ടോ, മറ്റുള്ളവരുടെ ദയ ഒരിക്കലും ആവശ്യമില്ല. അവൻ ആകെ ആവശ്യമായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അത് മതി എന്നുള്ള വിശ്വാസക്കാരൻ. ലേക്കിൻ അപ്പോൾ ഈശ്വർ സെ കുച്ച് നഹി മാങ്ങുക, അന്ന് മുതൽ അവൻ ഈശ്വരനോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അതിനർത്ഥം എന്താ? ഈശ്വരനോട് ആവശ്യപ്പെടാതെ തന്നെ ഈശ്വരൻ നമുക്ക് ധാരാളം സാധനങ്ങൾ തരും, അല്ലേ? ഈശ്വരന് ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഈശ്വരൻ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ തരും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ആ കഥ അവസാനിപ്പിക്കുകയാണ്. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ഹോംവർക്കാണ് ഇനി പറയുന്നത്. ആപ്പ് അപ്പിനെ ബാരമേ ലിഖേ. നിങ്ങൾ ഈ കുട്ടിയുടെ കഥ വായിച്ചല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ കഥ വായിച്ചതിന് ശേഷം നിങ്ങളെക്കുറിച്ചിട്ട് ഒരു ചെറിയ കുറിപ്പ് എഴുതുക. നിങ്ങളെക്കുറിച്ച് എഴുതാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടും നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ കുറിച്ചിട്ട് ഒരു അര പേജിൽ കവിയാതെ നിങ്ങളൊരു കുറിപ്പ് എഴുതുക.
അതാണ് അപ്പിനെ ബാരമേ ലിഖേ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അത് ചെയ്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ.